ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബിന്നി ചേച്ചി ഒരു കത്ത് തന്നിട്ടുണ്ടോ? കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിന് മുമ്പ്. കല്യാണം കഴിഞ്ഞിട്ട് മൊബൈലൊന്നും ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണോ കത്ത് കിട്ടാൻ പോകുന്നത്? കല്യാണം കഴിഞ്ഞ് ഒരുമിച്ചാണല്ലോ, പിന്നെ കത്തെന്തിനാ? കത്തെന്തിനാ? അല്ല, എന്തെങ്കിലും ഗ്രീറ്റിംഗ് കാർഡ്സ് അങ്ങനെയൊക്കെ ആയിട്ട് തരാറുണ്ടോ? അടുത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? ശരി, അപ്പൊ എന്തായാലും നമ്മൾ കല്യാണത്തിന് മുമ്പുള്ള ആ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ നമ്മൾ കത്തിലോട്ട് കിടക്കാണ്. ബിന്നി ചേച്ചി വായിച്ചോളൂ. കൃഷ്ണേട്ടന് കൊടുത്ത കത്തല്ലേ? എന്റെ കൃഷ്ണന്. അയ്യോ, ഈ 27 വർഷങ്ങൾ 2.5 വർഷം പോലെ കടന്നുപോയി. എന്നെ ഞാനാക്കിയ എൻ്റെ പ്രാണനായ പ്രാണനാഥന് എന്നോട് അൻപാന മുത്തങ്ങൾ. ഇനി എത്ര ജന്മമെടുത്താലും ഉന്നെ ഞാൻ വിടമാട്ടേ. ആകവല്ലിയായോ? കണവനായിരുന്നാലും നീ എൻ മോഹവല്ലി. ഇനിയും നമ്മുടെ പ്രണയം പൂർവാധികം ശക്തിയോടെ തുടരട്ടെ. ഒരുപാട് വർഷങ്ങൾ നമ്മുടെ സംഗീതം പ്രണയമായി പൊഴിയട്ടെ. ഓ വാവ്, കലകി. കൃഷ്ണൻ ഒരിക്കലും അങ്ങനെ ഉമ്മ തരാറില്ല. അല്ല, അങ്ങനെയല്ല, പബ്ലിക്കായിട്ട് സാറോട് പറഞ്ഞേ ഉള്ളൂ. റൊമാൻറ്റിക് എപ്പോഴും ഈ പെണ്ണുങ്ങളാണ് റൊമാൻറ്റിക് ആവുന്നത്. എന്തെന്നറിയോ? റൊമാൻറ്റിക്കിൽ മാനാ ഉള്ളത്. ചെയ്യില്ല അത്. അതുകൊണ്ടാണ്. പക്ഷെ ഔസേപ്പച്ചൻ സാറിന്റെ ഈ ഒരു പ്രണയം കണ്ടപ്പോ എനിക്കൊരു കൊതിയല്ല, അദ്ദേഹത്തിന്റെ പാട്ടുകളിലുള്ള പ്രണയത്തിന് എത്ര ആഴമാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കി. ഓ, ഹി സ്റ്റിൽ ഇൻ ദാറ്റ്. ആ പ്രണയത്തിന്റെ ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഒരു ഭയങ്കര ഒരു എക്സാമ്പിൾ ആണ്. സോ ഗ്രേറ്റ്. വി ആർ ബ്ലെസ്ഡ് ടു ബി വിത്ത് ഹിം ടുഡേ, ബോത്ത് ഓഫ് ദം. കൃഷ്ണൻ ചേട്ടാ, ഇപ്പൊ നേരത്തെ ഇപ്പൊ ബിന്നി ചേച്ചി പറയുന്നത് എനിക്ക് കൃഷ്ണൻ ഉമ്മ തരില്ല. കൃഷ്ണേട്ടന്റെ ഭാഗം അതെന്താണെന്നറിയോ? അതെന്താണെന്നറിയോ? ഈ ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ലിപ്പ് ഒട്ടിപ്പോവും, തിരിച്ചു വരില്ല. ലിപ്സ്റ്റിക് അല്ലേ? അല്ല, ചേട്ടനൊരു ഉമ്മ കൊടുക്കാലോ. അല്ല, അങ്ങനെ പൊതുവെ പുള്ളി ചെയ്യാറില്ല. ഞാൻ ചോദിച്ചങ്ങനെ ബുദ്ധിമുട്ടിക്കാറുമില്ല ഒരിക്കലും. മനുഷ്യന്മാരായി ഇതൊക്കെ അറിഞ്ഞു തരണം. ചിലപ്പോ എല്ലാരും ഇങ്ങനെ മറ്റു കപ്പിളുണ്ടല്ലോ, എല്ലാവരും ഇപ്പൊ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിലും ഞാൻ ഒന്ന് ഇത് തൊടാതെ നാണക്കേട് അങ്ങനെ പുള്ളി ഭയങ്കര അങ്ങനെ നോക്കുന്ന ആളാ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സാരില്ല ചേച്ചി, വിഷമിക്കണ്ട. അതെ, പോട്ടെ, സാരമില്ല, എപ്പോഴെങ്കിലും ഒക്കെ ശരിയാവും. ഓക്കെ, അപ്പൊ കൃഷ്ണേട്ടാ ഇഷ്ടായോ ലെറ്റർ? ഫ്ലവേഴ്സിന്റെ ഇവിടെ വന്നതിൽ നിന്നൊരു ഓർമ്മ ആയിട്ട് എപ്പോഴും ഇത് എനിക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് കണ്ട ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന ശിവാംഗി ആയിരിക്കും. എന്തായാലും ബിന്നി ചേച്ചി, കൃഷ്ണേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.